കുറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഇന്നലെ വിജയദശമി ആയതുകൊണ്ട് വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നലെ തന്നെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ മോളെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ദക്ഷിണയൊക്കെ എടുത്തു റെഡിയാക്കി നമ്മൾ വേറെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി. ടീച്ചർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് പിന്നെ നമസ്കരിച്ചു. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ കുറേ പേര് ദക്ഷിണയൊക്കെ കൊടുത്ത് നമസ്കരിച്ച് പോയായിരുന്നു. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചും കൂടെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ അവൾക്കൊരു കൂട്ടായി എനിക്കൊരു കൂട്ടായി. പിന്നെ നമ്മൾ ഡാൻസ് സ്കൂളൊക്കെ ഒന്ന് കണ്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. ഞാനൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് പോയത്. ഇവിടെ മുദ്രകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ചിത്രത്തോടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ടീച്ചറെ വീട്ടിൽ തന്നെയാണ്. ടീച്ചറെ വീടിൻ്റെ ഇപ്പുറത്താണ് ഡാൻസ് സ്കൂൾ, വലിയ വീടാ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് പപ്പടം ഉണ്ടാക്കി. ചോറ് രാവിലെ വെച്ചിട്ടാണ് പോയത്. പിന്നെ കോവക്ക മേക്കുവരുണ്ടാക്കി, പിന്നെ തൈരും മോരുകറിയാണ് ഉണ്ടാക്കിയ. ചേട്ടന് വൈകിട്ടൊരു പരിപാടികളുണ്ട്. നമുക്ക് ചിക്കനും മീനൊക്കെ വൈകിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് രാവിലെ എന്തായാലും എല്ലാവരും നൃത്തമൊക്കെ കഴിയുമല്ലോ. അപ്പോൾ ഇതേ കടലക്കറി, കോവക്ക, പപ്പടം, മോര് വെച്ചത് എല്ലാം കൂടെ കൂട്ടി ചോറ് കഴിച്ചു. നേരെ പരിപാടി കഴിഞ്ഞപ്പോൾ വൈകിട്ടത്തെ ചേട്ടൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസമായി വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെയാണ് വാങ്ങിച്ചത്. അവൾക്ക് ഫ്രൈഡ് റൈസ് മതി പറഞ്ഞിട്ടാണ് ഫ്രൈഡ് റൈസ് മേടിച്ചല്ലേ. ബിരിയാണി മേടിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹോട്ടലിലെ ബിരിയാണി. പിന്നെ അവൾ ഈ കവറിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ചിരി വന്നപ്പോൾ എടുത്ത വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ്